യോഗ ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. യോഗ ചെയ്യുമ്പോൾ നമ്മളെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് യോഗ ചെയ്യുന്നത്. വെറുതെ എണീറ്റ് ഓടിച്ചാടി നടക്കുകയല്ല ചെയ്യുന്നത്. അതിന് ഒരു നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. വെളിച്ചവും വായുവും ധാരാളമുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇപ്പോഴും അല്ല, വീട്ടിൽ ചെന്ന് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ധാരാളം വായു സഞ്ചാരമുള്ളതും അതുപോലെ വെളിച്ചമുള്ളതുമായ സ്ഥലത്ത്, സൗകര്യമായ സ്ഥലത്ത് വളരെ സമാധാനപരമായിട്ട് കെട്ടുറപ്പുകളില്ലാതെ, അതായത് ഡ്രസ്സിന് മുറുക്കി പിടിച്ച ഡ്രസ്സോ മുറുക്കി പിടിച്ച കൈകളോ ഒന്നും ഇല്ലാതെ, മുഖമൊന്നും ഭയങ്കരമായിട്ട് ബലം പിടിക്കാതെ, കൈയൊന്നും ബലം പിടിക്കാതെ വളരെ വളരെ ലാഘവത്തോടു കൂടി ഇരുന്നിട്ടാണ് യോഗ ചെയ്യേണ്ടത്. പിന്നെന്താ ശ്രദ്ധിക്കാനുള്ളത്? മുഖം കൊണ്ട് ഒരു കോമാളിയും കാണിക്കാൻ പാടില്ല. കണ്ണുകൊണ്ട് ഒരു കോമാളിയും കാണിക്കാൻ പാടില്ല. കൈ കൊണ്ടോ തല കൊണ്ടോ കണ്ണുകൊണ്ടോ വായ കൊണ്ടോ മൂക്ക് കൊണ്ടോ ഒന്നും കോമാളികളൊന്നും കാണിക്കാതെ വളരെ സമാധാനത്തോടെ ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള മനസ്സിൽ ആലോചിച്ചുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട്, വളരെ കൈയും കാലും മുഖവും ചെവിയും തലയും എല്ലാം വളരെ ഇങ്ങനെ ഇഴഞ്ഞ രീതിയിൽ മുറുക്കി ഡ്രസ്സ് ഇട്ടിട്ടോ അയഞ്ഞ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അതിനാണ് നിങ്ങളോട് പാൻറ് കൊണ്ടുവരണം പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാവുക? അതാണല്ലോ യോഗ കൊണ്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തില് കണ്ടോ, അയാൾക്കും അപ്പോഴേക്കും ഉറക്കം വന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഊർജം കൂടും, മനസ്സിന്റെ ഊർജവും കൂടും, പഠിക്കാനുള്ള താല്പര്യം കൂടും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ പൂർണ്ണമായി ചെയ്യാൻ കഴിയാനും ഇത് യോഗ സഹായിക്കും. അപ്പൊ യോഗ ചെയ്യുന്നത് നല്ലത്, ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? ചെയ്യുന്നതാണ്. നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരുന്നതിന് ഒരു ഭാവിയിൽ, അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിഞ്ഞാല് വളരെ നല്ല കാര്യങ്ങൾ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും വേഗത്തിലും ചെയ്തു തീർക്കാനാണ് നമ്മൾ ചെറിയ കാലത്ത് തന്നെ യോഗ പരിശീലിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോ മറന്നുപോയി. ഇന്നലെ പറഞ്ഞ കാര്യം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മറന്നുപോയി അല്ലെ? അപ്പൊ നമ്മൾ വേറൊരു കാര്യത്തിൽ കളിക്കാനൊക്കെ പോവാണ്. അപ്പൊ നമ്മൾ പുസ്തകം എടുക്കുമ്പോ സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം. വീട്ടിലെത്തി കഴിഞ്ഞാല് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരണം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ തലയിലെ നമ്മുടെ ഓർമ്മ ശക്തിയെ നമ്മൾ കൂടുതലാക്കി ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് കുട്ടികളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ യോഗകളാണ് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്നത്.